അസ്സലാമു അലൈക്കും. ഈ വർഷം കേരളത്തിലും മക്കയിലും പെരുന്നാൾ തിങ്കളാഴ്ചയാണല്ലോ. ഒമാനിലോ മറ്റോ ഏതെങ്കിലും നാട്ടിൽ ചൊവ്വാഴ്ച പെരുന്നാളാണെങ്കിൽ ആ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി തിങ്കളാഴ്ച കേരളത്തിൽ ഉളുഹിയത്ത് അറുക്കാനോ ഷെയർ കൂടുവാനോ പറ്റുമോ? ഷാഫി മദ്ഹബിലുള്ള കിതാബ് സഹിതം മറുപടി പ്രതീക്ഷിക്കുന്നു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണിത്. സത്യത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ ഒമാനിലും കേരളത്തിലും ഒരു ദിവസത്തെ വ്യത്യാസം പെരുന്നാളിനും ഉണ്ടായിരുന്നല്ലോ. ഈ കൊല്ലം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഒമാനിൽ ജോലിക്ക് വേണ്ടി താമസിക്കുന്ന കേരളീയനായ ഒരു വ്യക്തിയെ തൊട്ട് ഒമാനിൽ ചൊവ്വാഴ്ചയാണ് പെരുന്നാളെങ്കിൽ അയാൾക്ക് വേണ്ടി കേരളത്തിൽ തിങ്കളാഴ്ച ഉളുഹിയത്തറുത്താൽ ഉളുഹിയത്തായി പരിഗണിക്കപ്പെടുന്നതല്ല. അതുപോലെ കേരളത്തിൽ അറക്കപ്പെടുന്ന ഉളുഹിയത്തിൽ ചൊവ്വാഴ്ച പെരുന്നാളുള്ള ഒമാനിൽ താമസിക്കുന്ന ഒരാളുടെ ഷെയർ കൂടിയാൽ ആ ഷെയറുള്ള വിഹിതത്തിലും ഉളുഹിയത്തായി പരിഗണിക്കപ്പെടുന്നതല്ല. കാരണം ആർക്ക് വേണ്ടിയാണോ ഉളുഹിയത്ത് അറുക്കപ്പെടുന്നത് അയാൾ താമസിക്കുന്ന നാട്ടിൽ ഉളുഹിയത്തിന്റെ സമയമാവുക എന്നതാണ് പരിഗണിക്കപ്പെടേണ്ടത്. ഈ വിഷയം അല്ലാമ ഇബ്നു ജറുൽ ഹൈതമി റഹിമഹുല്ലാ തങ്ങൾ തന്റെ അൽ ഫതാവൽ കുബറ എന്ന ഗ്രന്ഥം 4-ാം വാള്യം 257-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒമാനിലുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് തിങ്കളാഴ്ച കേരളത്തിൽ ഉളുഹിയത്തറുത്താൽ ഷെയർ കൂടിയാൽ അതിൽ ഉളുഹിയത്തായി പരിഗണിക്കപ്പെടില്ല എന്ന് പറഞ്ഞു. എങ്കിലും അത് പ്രതിഫലാർഹമായ സുന്നത്തായ ഒരു ദാനധർമ്മമായി പരിഗണിക്കപ്പെടും എന്ന് ബഹുമാനപ്പെട്ട തുഹഫ 9-ാം വാള്യം 354-ാം പേജിൽ നിന്ന് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ഉളുഹിയത്താകൂല, ഒരു ദാനധർമ്മത്തിന്റെ കൂലി കിട്ടും എന്നു മാത്രം. ഒന്നുകൂടെ വിവരിക്കട്ടെ. ഉളുഹിയത്തിന്റെ സമയത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് എവിടെ വെച്ചാണോ അറവ് നടത്തപ്പെടുന്നത് ആ നാട്ടിൽ സമയമാവുക എന്നതല്ല, ആർക്ക് വേണ്ടിയാണോ അറുക്കപ്പെടുന്നത് അയാൾ താമസിക്കുന്ന നാട്ടിൽ ഉളുഹിയത്തിന്റെ സമയമാവുക എന്നുള്ളതാണ്. അല്ലാതെ അറുത്താൽ ഒരു സാധാ ബലിദാനമായി, സാധാ ധർമ്മം ചെയ്യുന്ന മാംസമായി പരിഗണിക്കപ്പെടും, പ്രതിഫലവും ലഭിക്കുമെന്നല്ലാതെ ഉളുഹിയത്തായി കണക്കാക്കപ്പെടുന്നതോ ഉളുഹിയത്തായി വകവെക്കപ്പെടുന്നതോ അല്ല. ഇതാകുന്നു ഷാഫിഈ മദ്ഹബ്. അള്ളാഹു നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ.